കർണാടക അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ 11ആയി. ഗംഗാവതി പുഴയിൽ നിന്ന് 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. അരുൺ പോപ്രമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണുവും അതായത് ഒരു കുടുംബത്തിലെ 5 പേർ ഉൾപ്പെടെ 7 പേരുടെ മൃതദേഹമാണ് ഇന്നലെ ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് കണ്ടെത്തിയത്. എന്നാൽ ഇതിൽ കൂടുതൽ പേരുണ്ടായിരുന്നു, ഈ മണ്ണിടിച്ചിൽ നടക്കുന്ന സമയത്ത് കൂടുതൽ പേരുണ്ടായിരുന്നുവെന്ന് ഈ അത്ഭുതകരമായി മണ്ണിടിച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യുവാവ് അങ്ങനെ ഒരു വിവരം രക്ഷാപ്രവർത്തകർക്ക് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ വീണ്ടും NDRF അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് സംഘങ്ങളെല്ലാം ചേർന്ന് തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചത്. അതായത് 2 ബൈക്കുകൾ ഈ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതാണ് വീണ്ടും സംശയം വർദ്ധിപ്പിച്ചത്. അതായത് 7 പേർ ഉണ്ടായിരുന്നു എന്നതായിരുന്നു ആദ്യത്തെ നിഗമനം. അതായത് 2 വാഹനങ്ങളിലായി വന്നവർ ഈ മണ്ണിനടിയിൽ പെട്ടു എന്നതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഈ 2 ബൈക്കുകൾ കൂടി കണ്ടെത്തിയതോടെ കൂടുതൽ പേർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിലേക്ക് എത്തി. തെരച്ചിൽ ഇന്ന് രാവിലെ വീണ്ടും പുനരാരംഭിച്ചു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതൊരു ദേശീയപാതയുടെ തൊട്ടരികിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതിന്റെ മറുവശത്ത് ഗംഗാവതി പുഴയാണ്, വലിയ വിശാലമായിട്ടുള്ള പുഴയാണ്. ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് വലിയ ജലനിരപ്പും ആ പുഴയിലുണ്ട്. ഈ പുഴയിലേക്കാണ് ഈ 4 പേർ ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് അകപ്പെട്ടത്, അപകടത്തിൽപ്പെട്ടത്. ഈ പുഴയിൽ നിന്നാണ് ഇവരുടെ ഈ 4 പേരുടെയും മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ 2 ബൈക്കുകളിലായി വന്നവരാണ് ഇപ്പോൾ ഉള്ളവരെന്ന ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹം ഈ 2 ബൈക്കുകളിലായിട്ട് വന്നവരാണ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. എന്തായാലും തെരച്ചിൽ ഇപ്പോൾ നിർത്തിയിട്ടില്ല. പുഴയിലും അതോടൊപ്പം തന്നെ ഈ മണ്ണുകൾ പൂർണ്ണമായി നീക്കിയിട്ടുള്ള തെരച്ചിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേശീയപാതക്ക് അരികിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഈ യാത്രക്കിടെ അവർ അല്പസമയം വിശ്രമിക്കുന്നതിന് വേണ്ടിയൊക്കെ ആശ്രയിക്കുന്ന ഒരു പ്രദേശമാണിത്. അവിടെ ഒരു ചായക്കട ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നതാണ് അവിടുന്ന് പ്രാദേശികമായി പറയുന്നത്. അവിടെയാണ് ഇത്ര വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതിന്റെ അപകടത്തിന്റെ വ്യാപ്തി, ആഘാതം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ്. തിരച്ചിൽ എന്തായാലും ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ പേർ ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അരുൺ പോപ്രമ്പയാണ് ബംഗളൂരുവിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.